സൗദി അറേബ്യയുടെ സ്വപ്ന നഗരമായ നിയോമിൽ ഗതാഗത രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ചുകൊണ്ട് ഹൈപ്പർ ലൂപ്പ് സിസ്റ്റത്തിന്റെ ആദ്യഘട്ട പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി. മണിക്കൂറിൽ 1000 കിലോമീറ്ററിലധികം വേഗതയിൽ യാത്രക്കാരെ എത്തിക്കാൻ ലക്ഷ്യമിടുന്ന ഈ പദ്ധതി റിയാദിനും നിയോമിനും ഇടയിലുള്ള യാത്രാസമയം വെറും 40 മിനിറ്റായി കുറയ്ക്കും. വിദേശ നിക്ഷേപകരെയും പ്രൊഫഷണലുകളെയും ആകർഷിക്കുന്നതിനായി UAE തങ്ങളുടെ ഗ്രീൻ വിസ ചട്ടങ്ങളിൽ പുതിയ പരിഷ്കാരങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇനി മുതൽ നിശ്ചിത വരുമാനമുള്ള ഫ്രീലാൻസർമാർക്കും വിദഗ്ധ തൊഴിലാളികൾക്കും സ്പോൺസർ ഇല്ലാതെ തന്നെ 10 വർഷം വരെ UAEയിൽ താമസിക്കാനുള്ള അനുമതി നൽകും. ഇത് മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾക്ക് വലിയ ആശ്വാസമാകും. ലോകത്തിലെ ഏറ്റവും വലിയ സോളാർ ഫാം ഉദ്ഘാടനം നടന്നു. പരിസ്ഥിതി സൗഹൃദ ഊർജ്ജത്തിലേക്ക് മാറുന്നതിന്റെ ഭാഗമായി ഖത്തർ തങ്ങളുടെ ഏറ്റവും വലിയ രണ്ടാമത്തെ സോളാർ പവർ പ്ലാന്റ് ഇന്ന് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഏകദേശം 2 ജിഗാവാട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഈ പ്ലാന്റ് ഖത്തറിലെ 15% വീടുകൾക്ക് ആവശ്യമായ ഊർജ്ജം നൽകും. ഒമാനെയും UAEയെയും ബന്ധിപ്പിക്കുന്ന അതിവേഗ ഒമാൻ എത്തിഹാദ് റെയിൽ പാതയുടെ നിർമ്മാണം 70% പൂർത്തിയായതായി അധികൃതർ അറിയിച്ചു. 2026 അവസാനത്തോടെ സർവീസ് തുടങ്ങാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ. ഇത് ഇരു രാജ്യങ്ങൾക്കുമിടയിലുള്ള ചരക്കു നീക്കം എളുപ്പമാക്കുകയും ടൂറിസം മേഖലയ്ക്ക് കരുത്ത് പകരുകയും ചെയ്യും. കുവൈറ്റ് സെൻട്രൽ ബാങ്ക് സ്വന്തം ഡിജിറ്റൽ കറൻസി പുറത്തിറക്കുന്നതിന്റെ ഭാഗമായുള്ള പരീക്ഷണങ്ങൾ ഇന്ന് ആരംഭിച്ചു. പണമിടപാടുകൾ കൂടുതൽ സുരക്ഷിതവും വേഗത്തിലുമാക്കാൻ ഇത് സഹായിക്കുമെന്ന് കുവൈറ്റ് സാമ്പത്തിക മന്ത്രാലയം വ്യക്തമാക്കി. ചുരുക്കത്തിൽ എണ്ണയെ മാത്രം ആശ്രയിക്കുന്ന ഇക്കോണമിയിൽ നിന്ന് മാറി അത്യാധുനിക ടെക്നോളജിയിലേക്കും അതുപോലെ സുസ്ഥിര വികസനത്തിലേക്കും ഗൾഫ് രാജ്യങ്ങൾ അതിവേഗം ചുവടുവയ്ക്കുന്ന കാഴ്ചയാണ് 2026 തുടക്കത്തിൽ നമ്മൾ കാണുന്നത്. പ്രവാസികൾക്ക് കൂടുതൽ അവസരങ്ങൾ തുറന്നു നൽകുന്ന ഈ മാറ്റങ്ങൾ വരും മാസങ്ങളിൽ മേഖലയുടെ മുഖച്ഛായ തന്നെ മാറ്റുമെന്ന് ഉറപ്പാണ്.